ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇനി വരും വീക്കിലെ ഒരു അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ പ്രേക്ഷകർ ആരും മിസ് ചെയ്യരുത്. ഇനി നമ്മുടെ ഗീതാ ഗോവിന്ദം വെറും 5 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഓരോ എപ്പിസോഡുകളും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരു അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു എത്ര ശ്രമിച്ചിട്ടും ഗോവിന്ദാണെങ്കിൽ സത്യം പറയുന്നുമില്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് ഞാൻ നിന്നോട് പറയില്ല ഗീതു. കാരണം നീ എന്നോട് മറച്ചു വെച്ചതുപോലെ ഞാനും അതൊരു ട്വിസ്റ്റായിട്ട് തന്നെ മറച്ചു വയ്ക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് പോയി കിടക്കുക. ഈ സമയം ഗീതുവിനാണെങ്കിൽ ആകെ ടെൻഷൻ. എന്തായിരിക്കും കണ്ണേട്ടൻ ചെയ്യാൻ പോകുന്നത്? സത്യമായിട്ടും കണ്ണേട്ടൻ ഇനി ഭാസ്കരനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ഭാസ്കരൻ ഇനി അനാർക്കലിയുടെ മകൾ ആരാണെന്ന് തിരിച്ചു പറഞ്ഞ് അത് വലിയ പ്രശ്നമാവോ? രഞ്ജുവിൻ്റെ ജീവൻ അപകടത്തിലാവോ? ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു അവിടെ മുറിയിൽ ഇങ്ങനെ കുത്തിയിരിക്കുക. ഗീതു നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? വേണ്ട കണ്ണേട്ടൻ, നല്ല വിശപ്പില്ല. ഈ സമയം നേരം പരപര വെളുത്തു. നമ്മുടെ ഗോവിന്ദ് പോലീസുകാരനെ പോയി കാണുക. സാർ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സാർ എൻ്റെ കൂടെ ഈ നാടകം കളിക്ക് കൂട്ടു നിൽക്കണം. കാരണം വർഷം ഇത്രയായി എൻ്റെ അച്ഛൻ മരിച്ചു. ഒരു കാര്യമില്ലാതെ, ഒരു കാരണമില്ലാതെയാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. എൻ്റെ അച്ഛനെ കുടുക്കി എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നോക്കിയ അതേ ശത്രുക്കൾ ഇപ്പോൾ എന്നെയും കുടുക്കി എൻ്റെ സ്വത്തുക്കളും തട്ടിയെടുക്കാൻ നോക്കുക. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിന്നേ പറ്റൂ സാർ. അതൊക്കെ നിയമത്തിന് വിരുദ്ധമാണ്. നിയമത്തിന് വിരുദ്ധമാണ്, എതിരാണെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ എത്രയോ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ കാര്യവും. എൻ്റെ അച്ഛനെ കുടുക്കുകയായിരുന്നു. കടത്തിൻ്റെ പേരിൽ എൻ്റെ അച്ഛനെ കുടുക്കി പലരുടെയും മുൻപിൽ എൻ്റെ അച്ഛനെ നാണം കെടുത്തി. പക്ഷെ ഒരിക്കലും എത്രയൊക്കെ നാണം കെടേണ്ടി വന്നാലും തല കുനിക്കേണ്ടി വന്നാലും ഒരു ആത്മഹത്യ ചെയ്യുന്ന ആളല്ല എൻ്റെ അച്ഛൻ. അത് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ എന്നെ സഹായിച്ചേ പറ്റൂ സാർ. കാരണം ഇന്നലെ എൻ്റെ അച്ഛൻ മരിച്ചതുപോലെ ഇന്ന് ഞാനും മരിക്കും. അത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല അല്ലേ? ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു പോലീസുകാരൻ്റെ ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടും നിങ്ങൾ എന്നെ വിശ്വസിക്കണം സാർ. എന്നോട് സഹകരിച്ചാൽ ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ തെളിയിച്ചു തരാം സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അവിടെ കെഞ്ചുവാണ്. അപ്പോഴേക്കും ഇത് വരിക, പോലീസുകാരൻ വരിക. വലിയ ഹെഡാണ് കേട്ടോ. എന്താ ഗോവിന്ദ് സാർ, എന്താ പ്രശ്നം? അപ്പോൾ നമ്മുടെ SI കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. സാർ, ഇതാണ് പ്രശ്നം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്ന്. അത് കേട്ടത് നമ്മുടെ CI ഒന്ന് ആലോചിക്കുക. നന്നായിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് CIക്ക് മനസ്സിലായി. CI ഗോവിന്ദനെ വിളിച്ചു. ഹലോ ഗോവിന്ദ്, ഇങ്ങ് വാ. അപ്പോൾ ഗോവിന്ദ് അങ്ങ് ചെല്ലുക. എന്തായി സാർ, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഗോവിന്ദ് സാറിന് തോന്നുന്നില്ലേ? എല്ലാം ആലോചിച്ച സ്ഥിതിക്ക് എനിക്കും അത് ശരിയാണെന്ന് തോന്നി. പക്ഷേ ഇത് ചെയ്യുന്നത് ഞങ്ങളുടെ ജോലിയെ വരെ ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഗോവിന്ദ് പറയുന്നത്. അത് കേട്ടതും സാർ, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച എൻ്റെ അച്ഛൻ്റെ മരണം അത് ഒരു കൊലപാതകമായിരുന്നു. അത് തെളിയിക്കാൻ എന്നെ നിങ്ങൾ സഹായിച്ചേ പറ്റൂ. പോലീസുകാർക്ക് പോലും തെളിയിക്കാൻ പറ്റാത്ത കേസ്, ക്ലോസ് ആയിപ്പോയ കേസ്, കേസ് ഇന്ന് ഞാൻ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് സാർ. അതിൻ്റെ യഥാർത്ഥ പ്രതികളെ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. പക്ഷെ വെറും ഒരു വീഡിയോ കൊണ്ട് മാത്രം പ്രതികളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് SI സാറ് പറഞ്ഞു. അതുകൊണ്ട് തെളിവ് സഹിതം ഞാൻ എല്ലാം ചെയ്തു തരാം, സാറിന് ബോധ്യപ്പെടുത്തി തരാമെന്ന് ഞാൻ പറഞ്ഞത്. സാറിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രതികളെ പിടിക്കാൻ പറ്റും സാർ. നാളെ മറ്റൊരാൾക്കും ഇതുപോലൊരു ചതി, ഒരു ബിസിനസ്മാനും ഇതുപോലെ ചതിയിൽപ്പെട്ട് മരിക്കേണ്ടി വരരുത് സാർ. അതുകൊണ്ടാണ് സാർ ഇപ്പോഴേ പ്രതികളെ ഇല്ലാതാക്കാൻ ഞാൻ സാറിനോട് എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയുന്നത്. അത് കേട്ടതും ശരി ഗോവിന്ദ്, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. പക്ഷേ നാളെ മുകളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ നോക്കിക്കോളാം സാർ. സാറിന് ഞാൻ വാക്ക് തരിക, എൻ്റെ ജീവൻ കൊടുത്താണെങ്കിലും നിങ്ങളുടെ യൂണിഫോമിനൊരു ചീത്തപ്പേരില്ലാതെ ഞാൻ രക്ഷിക്കും എന്നും പറയുകയാണ്. അത് കേട്ടതും CIയും SIയും കൂടെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഗോവിന്ദനോട് ചോദിക്കുക. ആരും കേൾക്കാതെ ഗോവിന്ദ് ആ കാര്യങ്ങളൊക്കെ പറയുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാർക്കലിയെയും ഭാസ്കരനെയുമാണ്. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക രേഷ്മയോട്. രേഷ്മ, എന്തായി? കടങ്ങളും കടബാധ്യതകളും ഗോവിന്ദ് മാധവന് ഇനി തലയിൽ ഒരുപാടായിരിക്കും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അയാൾ ഇനി ഒരിക്കലും സമാധാനത്തോടെ ഇറങ്ങി നടക്കില്ല. അയാളുടെ അച്ഛന് വന്ന അവസ്ഥ തന്നെ അയാൾക്കും വരും. നിങ്ങൾ നോക്കിക്കോ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഗോവിന്ദ് സാറിൻ്റെ ജീവിതത്തിൽ ഒരു നല്ലതും ഉണ്ടാവില്ല, ചീത്തതും മാത്രമായിരിക്കും എന്നൊക്കെ പറയാം. അത് കേട്ടതും നമ്മുടെ അനാർക്കലി, ഇവളെന്താ ചെയ്തിട്ടുള്ളത്? വർഷങ്ങൾക്ക് മുമ്പ് മാധവൻ മുതലാളിക്ക് നമ്മൾ എന്ത് ചെയ്തോ, അതായത് മാധവൻ മുതലാളിയോട് രാധിക എന്ത് ചെയ്തോ
അത് തന്നെയാണ് ഇവിടെ ഗോവിന്ദ് മാധവനോടും രേഷ്മ ചെയ്തിരിക്കുന്നത്. മാധവൻ മുതലാളിയുടെ കൂടെ ജീവിച്ചിട്ടാണ് രാധിക അയാളെ ചതിച്ചത്. എന്നാൽ ഇവിടെ രേഷ്മ വിനോദിൻ്റെ കൂടെ നിന്നിട്ടാണ് ഗോവിന്ദ് മാധവനെ ചതിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി വരാൻ പോകുന്ന പൂരം നമ്മൾ പറഞ്ഞു അറിയിക്കേണ്ട കാര്യം. ഇത് കേട്ടതും അനാർക്കലി ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അറയ്ക്കൽ തറവാട്ടിലാണ് എല്ലാവരും നിൽക്കുക. അപ്പോഴേക്കും ഗോവിന്ദ് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗോവിന്ദ് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ വരികയാണ്. പോലീസുകാർ വന്നതും ഗീതു ചോദിക്കുക, എന്താ സാർ, എന്താ കാര്യം? അറയ്ക്കൽ ഗോവിന്ദ് മാധവനുണ്ടോ? ആ ഉണ്ട് സാർ. ഗോവിന്ദ് കണ്ണേട്ടനെ എന്തിനാ അന്വേഷിക്കുന്നത്? അയാളെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് ഞങ്ങൾ. എന്തിനാ എൻ്റെ കണ്ണേട്ടനെ അറസ്റ്റ് ചെയ്യുന്നത്? തിരിമറി, എല്ലാവരെയും പറ്റിച്ചു, തിരിമറി നടത്തിയിരിക്കുന്നു. അതിനു വേണ്ടി തന്നെ. ഒരിക്കലുമില്ല സാർ, എൻ്റെ കണ്ണേട്ടന് അങ്ങനെയൊന്നും ചെയ്യില്ല. അത് കേട്ടതും നമ്മുടെ പോലീസ്, അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞങ്ങൾ തീരുമാനിച്ചോളാം, അങ്ങോട്ട് മാറി നിൽക്കുക എന്നും പറഞ്ഞ് ഗീതുവിനെ തള്ളി മാറ്റി. ഈ സമയം രേഖ, സാർ ഒരിക്കലും ഞങ്ങളുടെ ഗോവിന്ദേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, ഗോവിന്ദേട്ടന് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും പറയുക. ഈ സമയം അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ നിങ്ങൾ അറസ്റ്റ് ചെയ്യുക. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോടതിയോട് പറഞ്ഞാൽ മതി. അപ്പോൾ രാധിക അങ്ങോട്ട് വരിക. എന്തിനാ എൻ്റെ മോനെ അറസ്റ്റ് ചെയ്യുന്നത്? എന്താന്ന് പറ കണ്ണാ, നീ എന്ത് തെറ്റാ ചെയ്തത്? അതൊന്നും എനിക്കറിയില്ല. എന്തോ ഒരു വലിയ കടത്തിൻ്റെ പേരില്ല ഇവരൊക്കെ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. സാരമില്ല, കൊണ്ടുപോയിക്കോട്ടെ. 10-15 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛനെയും ഇങ്ങനെയല്ലേ കൊണ്ടുപോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇരുന്ന് കരയുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ രാധിക മനസ്സിലാകെ വിഷമിച്ച് നിൽക്കുക. കാരണം രാധികയ്ക്ക് ഗോവിന്ദനോട് ഇഷ്ടമുണ്ട്. അപ്പോൾ വരുണാണെങ്കിൽ കാത്തിരുന്ന ആ മുഹൂർത്തം. എന്തായാലും ഇതിനു വേണ്ടി ഞാൻ കാത്തിരുന്നത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ എല്ലാ കമ്പനിയുടെ മേൽനോട്ടവും എനിക്കാവും. ഗീതു പിന്നെ അതിൻ്റെ പിന്നാലെ ഒന്നും നടക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വരുൺ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. എന്നിട്ട് ഒന്നും അറിയാതെ പോലെ, അല്ല ഗോവിന്ദേട്ടന് അങ്ങനെ കടബാധ്യതയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ വലിയ ആൾ കളിക്കുക. ഈ സമയം എല്ലാവരും കരഞ്ഞു പറഞ്ഞിട്ടും പോലീസുകാരൻ നമ്മുടെ ഗോവിന്ദനെ കൊണ്ടുപോയി. വർഷങ്ങൾക്ക് മുമ്പ് ഗോവിന്ദൻ്റെ അച്ഛൻ മാധവൻ നായരെ കൊണ്ടുപോയതുപോലെ തന്നെ. അപ്പോൾ ആൾക്കാർ മാത്രം മാറി. അതേ മുഹൂർത്തം അതേ സമയം ഗോവിന്ദും ജീപ്പിൽ കയറി ലോക്കപ്പിലെത്തുകയാണ്. ലോക്കപ്പിൽ കൊണ്ടുപോയി നമ്മുടെ ഗോവിന്ദൻ അടച്ചിട്ടു. ഈ സമയം പിന്നാലെ പോയ അജാസിനും ഗീതുവിനും ഒന്നും ഒരു കാര്യവും പിടികിട്ടിയില്ല. അവിടെ ചെന്ന്, കണ്ണേട്ട സത്യത്തിൽ എന്താ സംഭവിച്ചത്? എന്താണെന്ന് പറ കണ്ണേട്ട. എല്ലാവരെയും വിഷമിപ്പിച്ച് കണ്ണേട്ടന് എന്തിനാ പോലീസുകാരോടൊപ്പം പോകുന്നത്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗീതു? അവരെന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അവരുടെ കൂടെ വന്നല്ലേ പറ്റൂ. വർഷങ്ങൾക്ക് മുമ്പും എൻ്റെ അച്ഛനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുമ്പോഴും രാധികാമ്മ ഗർഭിണിയായിരുന്നു. അതുപോലെയാ ഇപ്പം നീയും ഗർഭിണിയാ ഗീതു. നോക്കിക്കോണം, കുഞ്ഞിനെ നന്നായിട്ട് നോക്കണം കണ്ണേട്ട. ഇങ്ങനെയൊന്നും പറയല്ലേ കണ്ണേട്ട, എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പൊട്ടിക്കരയുക. അതൊക്കെ കേട്ടിട്ടും നമ്മുടെ ഗോവിന്ദന് ഒരു കുലുക്കവും ഇല്ല. വിധിയെ തടുക്കാൻ കഴിയില്ലല്ലോ. നല്ലവർക്ക് കാലമില്ല. ഇന്ന് ചീത്തവർക്കാ കാലം. ഈ ലോകത്തിൽ എല്ലാവരെയും ചീത്തവരാ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ അജാസ്, സാർ എന്തൊക്കെയാ പറയുന്നേ? സാറ് പുറത്തു വാ. സാറ് ചെയ്ത കുറ്റം ഞാൻ ഏറ്റെടുത്ത് ഞാൻ കടന്നോളാം അവിടെ. അതിന് ഇത് ആൾമാറാട്ടം നടത്താൻ പറ്റിയ സ്ഥലമല്ലല്ലോ അജാസ്, ഇത് ജയിലാ. ഇവിടെ എനിക്ക് കിടന്നല്ലേ പറ്റൂ. നാളെ കോടതി വിധി എന്ത് പറയുന്നോ അതനുസരിച്ച് എന്തെങ്കിലും നടക്കൂ. എന്തായാലും നിങ്ങളിപ്പോൾ പോയിക്കോ എന്നൊക്കെ പറയാണ്. ഈ സമയം സത്യം അറിഞ്ഞ അനാർക്കലിയും ഭാസ്കരനും ഇരുന്ന് പൊട്ടിച്ചിരിക്കുക. അപ്പോൾ രാധികയാണെങ്കിൽ, ഭാസ്കരേട്ടാ, എൻ്റെ മോൻ കണ്ണൻ ജയിലിൽ കിടക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? എൻ്റെ രാധികയെ, അവൻ നിന്നെ അമ്മയായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? നിന്നെ അവന് ആവശ്യമില്ല. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ അവന് വേണ്ടി ഇങ്ങനെ വാദിക്കുന്നേ? അവന് വേണ്ടി എന്തിനാ ഇങ്ങനെ കരയുന്നേ? എനിക്കറിയില്ല ഭാസ്കരേട്ടാ. ഒരു കാലത്ത് അവനില്ലായിരുന്നെങ്കിൽ ഞാൻ നടുതെരുവിലേക്ക് പോകേണ്ടി വന്നാനെ. നിങ്ങൾ പോലും ജയിലിലായ സമയം എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കയ്യിൽ പ്രിയയും വെച്ചുകൊണ്ട്, ഒരു കയ്യിൽ വരുണിനെയും പിടിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അന്ന് എനിക്ക് താങ്ങായും തണലായി എൻ്റെ കൂടെ ഉണ്ടായത് എൻ്റെ മോൻ കണ്ണനാ. എനിക്കവനെ വേണം. ആ ഗീതുവിനെ കൊന്നാലും എൻ്റെ മോനൊരാപത്ത് സംഭവിക്കരുത് എന്നൊക്കെ പറയാണ്. ശരി രാധികെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാനൊന്ന് ഗോവിന്ദനെ പോയി കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലിയും ഭാസ്കരനും നേരെ ചെല്ലുകയാണ് ലോക്കപ്പിലേക്ക്. ഈ സമയം CISI അവിടെ തന്നെയുണ്ട്. എന്ത് വേണം? ഞങ്ങൾക്ക് ഗോവിന്ദനെ ഒന്ന് കാണണം. അത് കേട്ടതും ശരി കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുറന്നു വിടുക. അവരുടെ ലക്ഷ്യം അത് തന്നെയാണല്ലോ. ഭാസ്കരനും അനാർക്കലിയും ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലണം. അതിനു വേണ്ടിയാണ് ഇത്രയും നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം അകത്തേക്ക് ചെന്നതും നമ്മുടെ ഭാസ്കരൻ ഗോവിന്ദൻ്റെ ആ നിപ്പ് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഭാസ്കരൻ്റെ ചിരി കണ്ട്, താൻ എന്തിനാടെ ഇങ്ങോട്ട് വന്നേ എന്നും ഗോവിന്ദ് ചോദിക്കുക. നിന്നെ ഒന്ന് കാണാൻ
വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള നിന്റെ അച്ഛൻ്റെ കിടപ്പ് കാണാനും ഇതേ ലോക്കപ്പിലേക്ക് ഞാൻ വന്നായിരുന്നു. അന്നും നിന്റെ അച്ഛൻ്റെ അവസ്ഥയും ഇതേപോലൊരവസ്ഥയായിരുന്നു. ആ ഒരു സന്തോഷം, വർഷങ്ങൾക്ക് മുമ്പുണ്ടായ എൻ്റെ സന്തോഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുക. ഗോവിന്ദേ, ഞാൻ പ്രതീക്ഷിച്ചില്ലടാ ഇത്രയും പെട്ടെന്ന് നീ ഇതിനകത്താകുമെന്ന്. എന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ ചെയ്തപ്പോൾ ഞാൻ നിന്നെ കൊല്ലണമെന്നേ വിചാരിച്ചോളൂ. എന്നാൽ ഇനി നിന്നെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ മാധവനെ കെട്ടിത്തൂക്കിയതുപോലെ, ഈ ലോക്കപ്പിൽ കെട്ടിത്തൂക്കിയതുപോലെ നിന്നെയും കെട്ടിത്തൂക്കും. ഇനി നീ ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങില്ല. നിന്റെ അച്ഛൻ മരിച്ചതുപോലെ തന്നെ നീയും മരിക്കും. നിന്റെ അച്ഛൻ്റെ ഡെഡ് ബോഡിയാണ് ഈ ലോക്കപ്പിൽ നിന്നും പുറത്തിറക്കിയത്. അതും ഞാൻ കാരണം. ഞാൻ പറഞ്ഞിട്ടാ ആ പോലീസുകാരൻ അങ്ങനെ ചെയ്തത്. ഞാനും അനാർക്കലിയും വിചാരിച്ച എന്തും നടക്കുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ? മാധവൻ നായരെ കൊന്നത് ഞാൻ തന്നെയാടാ. എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് ഈ ലോക്കപ്പിൽ അയാളെ കെട്ടിത്തൂക്കി. അതുപോലെ ഒരു രാത്രി നിന്റെ അരികിലേക്ക് നിന്നെ കെട്ടിത്തൂക്കാൻ ഒരാളെത്തും. കാത്തിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പം അനാർക്കലി, ഇത്ര പെട്ടെന്ന് ശത്രുവിൻ്റെ പതനം കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല ഗോവിന്ദ്. എനിക്ക് സന്തോഷമായി. എന്തായാലും നീ ചത്തു കഴിഞ്ഞാൽ നിൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തന്മാരെയും ഞാൻ കൊല്ലും. ആദ്യം ഗീതു, അത് കഴിഞ്ഞ് രഞ്ജു, പിന്നെ രേഖ. ഓരോരുത്തരായിട്ട് ഞാൻ തീർക്കും. അതിനുശേഷം ആ വീട് ശൂന്യമാക്കും. പിന്നീട് അവിടെ ഭരിക്കാൻ പോകുന്നത് ഞാനും ഭാസ്കരനും രാധികയും ഒക്കെ ആയിരിക്കും. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് അനാർക്കലിക്ക് മുൻപിൽ, അരുത്, എൻ്റെ ഗീതുവിനൊന്നും ചെയ്യരുത്, അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളൊരു വിചാരം അവൾക്കുണ്ടായിരുന്നെങ്കിൽ അവൾ എൻ്റെ കരണത്തടിക്കില്ലായിരുന്നു. അത് കേട്ടതും, അവൾ നിങ്ങളെ അടിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ രഞ്ജുവിനെ കൊല്ലാൻ വന്നതുകൊണ്ടല്ലേ. എന്തൊക്കെയായാലും ഞാൻ വെറുതെ വിടില്ലടാ. വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്നതുപോലെ അവളെയും കൊല്ലാൻ നിന്നെയും കൊല്ലാനൊക്കെ ഞാൻ കൂടെ ഉണ്ടാവും, ഭാസ്കരൻ്റെ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലിയും നമ്മുടെ ഭാസ്കരനോടെ ഒന്നും പോവുകയാണ്. ഈ സമയം സങ്കടപ്പെട്ടുകൊണ്ട് നിന്ന ഗോവിന്ദൻ്റെ മുഖഭാവം മാറി. കണ്ണുകൾ സന്തോഷത്തോടെ, എന്താ പറയുക, ആ ഒരു ഇത്, കണ്ണിൽ നല്ല തിളക്കം, മുഖത്ത് ചിരി, എല്ലാം ഉദിച്ചു വന്നു. അപ്പോഴേക്കും CIയും SIയും വന്നു. എന്തായി സാർ? എല്ലാം സ്പീക്കറിൽ റെക്കോർഡായിട്ടുണ്ട്, എടുത്ത് കേട്ടു നോക്ക് സാർ. ചെയ്ത കുറ്റം പ്രതി തന്നെ തുറന്നു പറഞ്ഞ ആ നിമിഷം ഗോവിന്ദ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. എല്ലാ കാര്യങ്ങളും റെക്കോർഡായി. പോലീസുകാരന് കാര്യങ്ങൾ പിടികിട്ടി. ഗോവിന്ദൻ്റെ കൈ വിലങ്ങ് തുറന്നു വിട്ടു. അതിനുശേഷം ജയിലിൽ നിന്നും ഗോവിന്ദ് വീട്ടിൽ തിരിച്ചെത്തിയ ഗോവിന്ദനെ കണ്ട് ഗീതു ഓടിച്ചെന്ന് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ചു. എൻ്റെ കണ്ണേട്ടനെ പോലീസുകാർ വെറുതെ വിട്ടോ? അവർക്ക് മനസ്സിലായോ കണ്ണേട്ടൻ തെറ്റുകാരനല്ലെന്ന്? മനസ്സിലായി ഗീതു, മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നേരെ പോകുന്നത് അനാർക്കലിയുടെയും ഭാസ്കരൻ്റെയും ഒക്കെ മുൻപിലേക്കാണ്. രാധികയും വരുണും ഒക്കെ അവിടെയുണ്ട്. ഈ സമയം അനാർക്കലിയും ഭാസ്കരനും അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദിൻ്റെ വരവ് കണ്ട്, നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടത് അല്ല, എന്നെ പോലീസുകാർ വെറുതെ വിട്ടതാ. ചെയ്ത തെറ്റിന് മാപ്പും ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഇനി അനാർക്കലിക്കും ഭാസ്കരനും എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. നീ രക്ഷപ്പെട്ടു അല്ലേ? നിനക്ക് ആയുസ് കുറച്ചും കൂടെ ഉണ്ടെന്ന് കരുതിക്കോ. എന്തായാലും നീ രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഇനി നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഗോവിന്ദ്. നീ മരിക്കണം. നീ മരിക്കാൻ ഞാൻ എന്തും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാർക്കലി തോക്കെടുത്ത് ഗോവിന്ദന് നേരെ ചൂണ്ടുകയാണ്. ഈ സമയം കണ്ണാ എന്നും വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് രാധിക ഗോവിന്ദൻ്റെ മുന്നിൽ നിന്നു. അനാർക്കലി, സമ്മതിക്കില്ല ഞാൻ. എൻ്റെ മോനെ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അത് കേട്ടതും നമ്മുടെ അനാർക്കലി, മാറി നിൽക്ക് രാധികെ, ഇല്ലെങ്കിൽ നിന്നെയും ഞാൻ കൊല്ലും. കൊന്നോ, എന്നെ കൊന്നിട്ടേ നിനക്ക് എൻ്റെ മോനെ തൊടാൻ പറ്റൂ. അപ്പോൾ വരുൺ രാധികയെ പിടിച്ചു മാറ്റുക. അമ്മേ, മാറി നിൽക്ക്. അമ്മയോട് സ്നേഹമില്ലാത്തവരെ അമ്മ എന്തിനാ സംരക്ഷിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ തടയുകയാണ്. ഈ സമയം അനാർക്കലിയുടെ തോക്ക് തട്ടിപ്പറിക്കാൻ നോക്കുക രാധിക. ഇതേ സമയം പുറത്തുനിന്നൊരു ശബ്ദം, അതെ 1 മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. CIയുടെയും SIയുടെയും വരവ് കണ്ട് വീണ്ടും നമ്മുടെ ഭാസ്കരൻ സന്തോഷിച്ചു. ആഹാ, വീണ്ടും ഗോവിന്ദ് കുറ്റക്കാരനാണെന്ന് മനസ്സിലായി കൊണ്ടുപോകാൻ വന്നായിരിക്കും. ഇവൻ കുറ്റക്കാരനാണ് സാർ. ഇവനെപ്പോലൊരു ക്രൂരൻ ഈ നാട്ടിൽ വേറെയില്ല. എല്ലാവരെയും പറ്റിക്കുമായിരുന്നു ഇവൻ എന്നും പറയാണ്. പറ്റിച്ചതാരാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് ജീപ്പിൽ കയറ്. എന്തിനാ ഞങ്ങൾ ജീപ്പിൽ കയറുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് അറയ്ക്കൽ മാധവൻ നായരെ കൊന്ന കേസിൽ നിങ്ങളൊക്കെ അറസ്റ്റാണ്. അത് കേട്ടതും നമ്മുടെ ഭാസ്കരൻ, എന്തൊക്കെയാ സാറീ പറയുന്നേ? മാധവൻ നായരെ കൊന്നുവെന്നോ? ഞങ്ങളോ? ഞങ്ങൾക്ക് എന്താ അതിൻ്റെ ആവശ്യം? ഞങ്ങൾ എന്തിനാ മാധവൻ നായരെ കൊല്ലുന്നത്? അത് കേട്ടതും, ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ ഗോവിന്ദും പറഞ്ഞതല്ല, നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ തന്നെ തുറന്നു പറഞ്ഞ മൊഴിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അറയ്ക്കൽ മാധവൻ നായരെ കെട്ടിത്തൂക്കിയതുപോലെ
ഗോവിന്ദ് മാധവനെയും കെട്ടിത്തൂക്കുമെന്ന്. അത് ഞങ്ങളുടെ അടുത്ത് റെക്കോർഡാടോ, അതുകൊണ്ട് കേറടോ ജീപ്പിൽ എന്നും പറയുക. ഇത് കേട്ടതും ഭാസ്കരൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചു. അനാർക്കലിയും രാധികയും സന്തോഷിച്ചു. ഓ, നമ്മളെന്തായാലും പിടിക്കപ്പെട്ടിട്ടില്ല. അപ്പം അനാർക്കലിയുടെ കയ്യിലും വിലങ്ങ് വെച്ചു. എന്തിന്? SIയെ കൊന്നതിന്. ഈ സമയം രാധിക ആകെ ആശ്വാസമായി. കണ്ണ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും. നിങ്ങളും പ്രതിയാണ്, ചീറ്റിംഗ് കേസിലെ പ്രതി. ഒരാളെ സ്നേഹിച്ച് ചതിച്ച് വഞ്ചിച്ച് അയാളുടെ സ്വത്ത് മുഴുവനും തട്ടിയെടുത്ത് അയാളെ വലിയ കടക്കാരനാക്കി ഒരു മരണത്തിലേക്ക് അയാളെ എത്തിച്ചതിന് നിങ്ങളും പ്രതി, നിങ്ങളുടെ മകനും പ്രതി, എല്ലാവരും പ്രതികളാണ്. ഇപ്പോൾ ഗോവിന്ദ് മാധവനെ കൊല്ലാൻ ശ്രമിച്ച കൂട്ടുപ്രതികളും എന്നും പറഞ്ഞ് എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്തു. അവിടെ എന്താ നടക്കുന്നതെന്നറിയാതെ നമ്മുടെ ഗീതു നോക്കി നിൽക്കുക. ഈ സമയം ഗീതുവിനെ ചേർത്ത് പിടിച്ചു. ശാന്തമായി. നമ്മുടെ അറയ്ക്കൽ തറവാട് ഇനി ശാന്തതയുടെ നിമിഷങ്ങളായിരിക്കും. കാരണം നമ്മുടെ തറവാട്ടിലുണ്ടായിരുന്ന എല്ലാ ചീത്ത സ്വഭാവമുള്ളവരെയും ദുഷ്ടശക്തികളെയും പുറന്തള്ളി. ഇനി അവരെല്ലാം കിടക്കേണ്ടടുത്ത് കിടക്കട്ടെ. നമുക്കിനി നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ടും സമാധാനത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതുവിനെ ചേർത്ത് പിടിച്ച് ഗോവിന്ദ് നല്ല സ്ലോ മോഷനിൽ നടന്നു പോവുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളി വിശേഷങ്ങളുമാണ് പ്രേക്ഷകരെ നടക്കാൻ പോകുന്നത്. അതെ, അറയ്ക്കൽ തറവാടിനെ ഇളക്കി മറിച്ച സകല കീടങ്ങളെയും അതിസാഹസികമായി പിടിച്ചു കൊടുത്ത് നമ്മുടെ ഗോവിന്ദ് തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. അപ്പോൾ 5 ദിവസം മാത്രം ബാക്കിയുള്ള എപ്പിസോഡുകൾ മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല